ഹായ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ് ഉലൂമുദ്ദീനിലെ അദ്ദറസു സാലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 5ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ ചാപ്റ്റർ മൻ റബ്ബുക്ക, നിന്റെ റബ്ബ് ആരാണ് എന്നർത്ഥം വരുന്ന പാഠഭാഗമാണ്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. നിങ്ങൾ 4ാം ക്ലാസ് പഠിച്ചൊരു പാഠം തന്നെയാണ്, എന്നാലും നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബറാഅത്ത് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഒരു അൻസാരിയുടെ ഖബറിനരികിലായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖബർ ശിക്ഷയിൽ നിന്നും കാവൽ തേടുക. മയ്യിത്ത് മറമാടിയ ശേഷം ജനങ്ങൾ പിരിഞ്ഞു പോയാൽ 2 മലക്കുകൾ വരും. അവർ ചോദിക്കും, നിന്റെ റബ്ബ് ആരാണ്? എൻ്റെ റബ്ബ് അല്ലാഹു ആണ്. മുഅ്മിൻ മറുപടി പറയും, നിന്റെ ദീൻ ഏതാണ്? എൻ്റെ ദീൻ ഇസ്ലാമാണ്. നിങ്ങളിൽ നിയുക്തരായ ഈ മഹൽ വ്യക്തി ആരാണ്? അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പോൾ ഒരു അശരീരി കേൾക്കും, എൻ്റെ അടിമ സത്യം പറഞ്ഞു. അവന് സ്വർഗീയ വിരിപ്പ് നൽകുക, അവനു വേണ്ടി സ്വർഗവാതിൽ തുറക്കുക, അവന് സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കുക. അപ്പോൾ സ്വർഗത്തിലെ ആനന്ദവും സുഗന്ധവും അവൻ്റെ ഖബറിൽ വന്നു ചേരും. കണ്ണെത്താ ദൂരത്തേക്ക് ഖബർ വിശാലമാവും. അവിശ്വാസിയുടെ ഖബറിൽ 2 മലക്കുകൾ വരും. അവർ ചോദിക്കും, നിന്റെ റബ്ബ് ആരാണ്? പേടിച്ചരണ്ട അവൻ പറയും, ഹാ ഹാ ലാ അദിരി. നിന്റെ ദീൻ ഏതാണ്? ഹാ ഹാ ലാ അദിരി. നിങ്ങളിൽ നിയുക്തരായ ഈ മഹൽ വ്യക്തി ആരാണ്? ഹാ ഹാ ലാ അദിരി. അപ്പോൾ ഒരു അശരീരി കേൾക്കും, എൻ്റെ അടിമ കളവ് പറഞ്ഞു. നരകത്തിൻ്റെ വിരിപ്പ് അവന് നൽകൂ, നരകത്തിൻ്റെ വാതിൽ അവന് വേണ്ടി തുറക്കൂ, നരകത്തിലെ വസ്ത്രം അവനെ ധരിപ്പിക്കൂ. അപ്പോൾ നരകത്തിലെ കഠിന ചൂടും ചൂടുകാറ്റും അവൻ്റെ ഖബറിൽ വന്നെത്തും. ഖബർ ഇടുങ്ങും. ആരാണ് 2 മലക്കുകൾ? തുഫൈൽ ചോദിച്ചു. മുൻകർ നക്കീറാണവർ. മുൻകർ നക്കീറാണ് ഖബറിൽ ചോദിക്കാൻ വരുന്ന മലക്കുകൾ. സത്യവിശ്വാസികൾക്ക് മറുപടി പറയാൻ കഴിയും. അവിശ്വാസികൾ ഹാ ഹാ ലാ അദിരി, നാശം നാശം എനിക്കറിയില്ല എന്ന് മറുപടി പറയും. മനസ്സിലാക്കുക. ഭയാനകമായ രൂപമാണ് അവർക്കുള്ളത്. ഉസ്താദ് പറഞ്ഞു. മുൻകർ നക്കീറിന് ഭയാനകമായ രൂപമാണുള്ളത്. ഉസ്താദ് പറഞ്ഞു. ശുഹദാക്കൾ, കുട്ടികൾ എന്നിവർക്ക് ചോദ്യമുണ്ടാവുകയില്ല. ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല. ആർക്ക്? ശുഹദാക്കൾ, കുട്ടികൾ എന്നിവർക്ക്. മനസ്സിലാക്കുക. അതുപോലെ സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്കും മരണരോഗത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്കും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടവർക്കും ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാകും. ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാകും. ആർക്ക്? ഇത് ഇവിടുന്ന് സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്കും മരണരോഗത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്കും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടവർക്കും ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാകും. ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല. ആർക്ക്? ശുഹദാക്കൾ, കുട്ടികൾ. മനസ്സിലാക്കുക. ഖബർ ജീവിതം സന്തോഷമാവുന്നവരിൽ അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വഫ്തഹു ലഹു ബാബൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കൂ. മനസ്സിലാക്കുക. ഇവിടെ നക്കറ വനഫമു പാഠത്തിലെ വേർഡ്സുകളും അതിൻ്റെ ഇംഗ്ലീഷ് മീനിങ്ങുകളും മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ അശരീരി എന്നത് ഇംഗ്ലീഷിൽ എന്താ പറയുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ഇവിടെ കൊടുത്തത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ പാഠത്തിൽ നിന്ന് വന്ന ചില വേർഡ്സുകളും അതിൻ്റെ അർത്ഥങ്ങളും അതെന്താണ് എന്നൊക്കെ മനസ്സിലാക്കുന്നൊരു ഭാഗമാണിത്. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വായിച്ച് നോക്കണം എല്ലാവരും. അപ്പോൾ ഞാൻ ഇതൊക്കെ വായിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തിയ വീഡിയോ ഒരുപാട് ലോങ് ആയിപ്പോവും. അപ്പോൾ എനിക്ക് എഡിറ്റിങ്ങിനും അപ്ലോഡിങ്ങിനൊക്കെ ബുദ്ധിമുട്ടാണ്. അത് കാരണമാണ് ഞാൻ കഴിയുന്നതും ചുരുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുക. ബറാഅത്ത് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഒരു സഹാബിയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബർ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ സഹാബി ആര്? ബറാഅത്ത് ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു. ചോദ്യം വരും. പിന്നെന്താണ്? അൻസാരി എന്ന് പറഞ്ഞാൽ ആരാണെന്ന്
ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുഹാജിറുകളെയും സഹായിച്ച മദീനയിലെ സഹാബികമാരെയാണ് അൻസാരി. നമ്മൾ 4ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോ, മുഹാജിറുകളും അൻസാറുകളും. മുഹാജിറുകൾ ആരായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവരുടെ നാടും വീടൊക്കെ ഉപേക്ഷിച്ചു കൂടെ പോയവരാണ്. അവരാണ് മുഹാജിറുകൾ. അവരെ സഹായിച്ചവരാണ് അൻസാരികൾ. മനസ്സിലാക്കുക. മാ ഹാദാ റജുലുല്ലദീ ബുഇസ ഫീക്കും, നിങ്ങളിൽ നിയുക്തരായ ഈ മഹൽ വ്യക്തി ആരാണ്? അതിൻ്റെ അറബിയാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ. ഞാനിങ്ങനെ പറഞ്ഞാൽ ഒരുപാട് നീണ്ടു പോവുകയാണ്. ഇനി നമുക്ക് ദഫ്തർ തോലിബ് നോക്കണം. അത് തദ്രിബാത്തുകൾ കംപ്ലീറ്റ് ആക്കാം. തദ്രിബാത്തിൽ ആദ്യം നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ഖബറിൽ ചോദ്യം ചെയ്യുന്ന 2 മലക്കുകൾ ആരാണ്? മുൻകറും നക്കീറുമാണവർ. ഖബറിൽ ചോദ്യം ചെയ്യുന്നവർ മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം. ഇവരാണ് ഖബറിൽ ചോദ്യം ചെയ്യുന്നവർ. അടുത്തത്, ഖബറിൽ നരകത്തിലെ വിരിപ്പ് നൽകുന്നത് ആർക്കാണ്? അവിശ്വാസിക്കാണ്. ഖബറിൽ നരകത്തിലെ വിരിപ്പ് നൽകുന്നത് അവിശ്വാസിക്ക്. അവിശ്വാസിയുടെ ഖബറിൽ. അപ്പോൾ അവിശ്വാസിക്ക് എന്ന് നോക്കി എഴുതുക. അടുത്തത് എന്താണ്? ഖബറിൽ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കുന്നത് ആരെയാണ്? മുഅ്മിനിനെയാണ് സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കുന്നത്. ഇവിടെ മുഅ്മിൻ മറുപടി പറയുന്നത് മുഅ്മിൻ എന്നത് നോക്കി എഴുതുക. അടുത്തത്, ഖബറിൽ ചോദ്യം ചെയ്യാൻ മലക്കുകൾ വരുന്നത് എപ്പോഴാണ്? മയ്യിത്ത് മറമാടിയ ശേഷം ജനങ്ങൾ പിരിഞ്ഞു പോയാൽ 2 മലക്കുകൾ വരും. മയ്യിത്ത് മറമാടിയ ശേഷം ജനങ്ങൾ പിരിഞ്ഞു പോയാൽ 2 മലക്കുകൾ വരും. അത് എഴുതുക. അടുത്തത്, നിസ്കാരത്തിൽ നാം ഖബർ ശിക്ഷയിൽ നിന്നും അഭയം തേടാറുണ്ട്. ആ പ്രാർത്ഥന എഴുതാനാണ്. അതേതാ പ്രാർത്ഥന വരുന്നത്? നമ്മൾ നിസ്കാരത്തിൽ അത്തഹിയാത്തിനും സ്വലാത്തിനും ശേഷം ഒരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു. ആ ദുആഇൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്. എന്താണ്? അപ്പം അതിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. അപ്പം അതിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. അതാണ് ഖബർ ശിക്ഷയിൽ നിന്നും നരകത്തിൽ നിന്നും നാം അഭയം തേടുന്ന പ്രാർത്ഥന. അപ്പോൾ അവിടെ അത് എഴുതിയാൽ മതി. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ ഫിത്നത്തിൽ മഹിയ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മശീഹിദ് ദജ്ജാൽ. അപ്പോൾ അവിടെ അത് അതിൻ്റെ അവസാനം എഴുതി വെച്ചാൽ മതി. മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? താഴെയുള്ള ഈ പട്ടിക പൂർത്തീകരിക്കാനാണ്. മുഅ്മിനിൻ്റെ ഖബർ അനുഭവവും അവിശ്വാസിയുടെ ഖബർ അനുഭവവും. എന്താണ്? മുഅ്മിന് ഖബറിൽ എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയും. അപ്പോൾ അവിശ്വാസി ഹാ ലാ അദ്രി എന്ന് പറയും. പിന്നെ അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് പഠിച്ചു എൻ്റെ ദീൻ ഇസ്ലാമാണ്. അപ്പോൾ അവിശ്വാസി ഹാ ലാ അദ്രി എന്ന് പറയും. പിന്നെ അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബിയാണ് എന്നിലേക്ക് നിയുക്തനായ മഹൽ വ്യക്തി എന്ന് പറയും. അപ്പോഴും അതിനും പറയും ഹാ ലാ അദ്രി എന്ന് അവിശ്വാസി. അപ്പോൾ അത് അവിശ്വാസിയുടെ ഖബറും സത്യവിശ്വാസിയുടെ ഖബറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ 2 എഴുതുക. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ സത്യവിശ്വാസിക്ക് സ്വർഗീയ വിരിപ്പ് നൽകും. അപ്പോൾ അവിശ്വാസിക്ക് എന്ത് ചെയ്യും? നരകത്തിലെ വസ്ത്രം നൽകും. അപ്പോൾ അവിശ്വാസി എന്നുള്ളതിൻ്റെ ചോട്ടിൽ നരകത്തിലെ വസ്ത്രം നൽകും. അങ്ങനെ എഴുതിയാൽ മതി. സ്വർഗവാതിൽ തുറക്കും. അപ്പോൾ മറ്റേ ഭാഗത്ത് നരകവാതിൽ തുറക്കും. സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കും. നരകത്തിലെ വസ്ത്രം ധരിപ്പിക്കും. സ്വർഗത്തിലെ ആനന്ദവും സുഗന്ധവും വരും. അപ്പോഴോ നരകത്തിലെ ചൂടുകാറ്റും അവൻ്റെ ഖബറിൽ വരും. അപ്പം അതങ്ങനെ ഈ 2 ഭാഗവും മനസ്സിലാക്കിയിട്ട് എഴുതി ആ പട്ടിക പൂർത്തീകരിക്കുക. അടുത്തത് താഴെ ഇവിടെ കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ഇവിടെ മേലെ ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പം മൻ റബ്ബുക്ക എന്നാൽ അല്ലാഹു റബ്ബി. നിൻ്റെ റബ്ബ് ആരെന്ന് ചോദിച്ചാൽ അല്ലാഹു റബ്ബി. അപ്പോൾ അതതിൻ്റെ നേരെ എഴുതാം. മാ ദീനുക്ക, നിൻ്റെ ദീൻ ഏതാണ്? അൽ ഇസ്ലാമു ദീനി. മാ ഇമാമുക്ക, നിൻ്റെ ആരാണ്? അൽ ഖുർആനു ഇമാമി. എഴുതാം. മൻ ഇഹ്വാനുക്ക, നിൻ്റെ സഹോദരന്മാരാരാണെന്നാണ്. മൻ ഇഹ്വാനുക്ക അൽ മുസ്ലിമൂന ഇഹ്വാനി, മുസ്ലിം സഹോദരന്മാരാണ്.
അടുത്തത് മൻ ഹാദ റജുലുല്ലദീ ബുഇസ ഫീക്കും. എന്താണ്? നിങ്ങളിൽ നിയുക്തരായ ഈ മഹൽ വ്യക്തി ആരാണെന്നാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് ആരാണ്? ഹാദ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിൻ്റെ റസൂലായ മുഹമ്മദ് നബിയാണ് ഞങ്ങളിൽ നിയുക്തരായ ഈ മഹൽ വ്യക്തി. അപ്പോൾ അതവിടെ ഹാദ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് എഴുതുക. അപ്പോൾ ഇത്രയാണ് മൂന്നാമത്തെ പാഠമായ മൻ റബ്ബുക്ക എന്ന പാഠഭാഗത്തിൽ മനസ്സിലാക്കി പഠിക്കാനുള്ളത്. നന്നായി മനസ്സിലാക്കുക. ഖബറിനെ കുറിച്ച് 5 വരിയിൽ കുറയാതെ എഴുതാൻ വന്നാൽ ഈ പാഠഭാഗം നന്നായി മനസ്സിലാക്കി എഴുതണം. അപ്പോൾ ഇതിൽ വരാത്ത കുറച്ച് ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കണം. എന്താണ്? ഖബറിൽ ചോദ്യം ഉണ്ടാവുകയില്ല. ആർക്കാണ്? ശുഹദാക്കൾ, കുട്ടികൾ എന്നിവർക്ക് ചോദ്യം ഉണ്ടാവില്ല. പിന്നെ ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാകും. അതൊക്കെ എക്സാമിന് വരുന്ന ചോദ്യങ്ങളാണ്, മനസ്സിലാക്കുക. സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്കും മരണരോഗത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്കും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്നവർക്കും ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കും. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കുക. എൻ്റെ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.